എടാ ഇനി വിസ എങ്ങനെ റിജക്റ്റ് ആവോ? അങ്ങനെ ഉണ്ടാവില്ലടാ. അങ്ങനൊന്നും ഉണ്ടാവില്ലായിരിക്കും, നോക്കാം. നമുക്ക് നോക്കാം. എന്താണ്, ടെൻഷനാണോ? കുറച്ച് ടെൻഷൻ ഉണ്ട്. ആണോ, കിട്ടിയോ? ഓ സൂപ്പർ, കൺഗ്രാറ്റ്സ് ടോണി, കൺഗ്രാറ്റ്സ്. രണ്ടുപേരും ഹാപ്പി അല്ലേ? എന്ത് തോന്നുന്നു? ഭയങ്കര ഹാപ്പി ചേച്ചി, കൊറേ നാൾ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഇന്ന് എനിക്ക് വിസ അടിച്ചു കിട്ടി. സിദ്ധാർത്ഥ പറഞ്ഞാലേ ഭയങ്കര ഹാപ്പി. കൊറേ നാള് കൊറേ ടെൻഷൻ അടിച്ചു. ശരിക്കും ഇത് കൈ കയറ്റപ്പോ സമാധാനായി, ഹാപ്പി. നിങ്ങൾ രണ്ടുപേരും തെരേസൻ അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നല്ലേ? അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ നമ്മുടെ തെരേസൻ അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു ട്രസ്റ്റ് ആയിരിക്കാം നിങ്ങളുടെ ഒരു പേപ്പർ വർക്കും നമ്മളെ തന്നെ ഏൽപ്പിച്ചത്. അപ്പം നിങ്ങളുടെ ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയോ? ഞാൻ ഇവിടെ ലാംഗ്വേജ് ജർമ്മൻ പഠിക്കാൻ വേണ്ടി വന്നത് തൊട്ട് ഇവിടെ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയായിരുന്നു. ആ സപ്പോർട്ട്, ആ ട്രസ്റ്റിന്റെ ബലത്തിലാണ് നമ്മളിവിടെ പ്രോസസ്സിങ് കൊടുത്തത്. അത് നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഫുൾ കിട്ടിയായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അത് സോൾവ് ചെയ്യാനായിട്ട് അവരെപ്പോഴും അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ എക്സ്പെക്ടേഷൻ അവർ മീറ്റ് ചെയ്തായിരുന്നു. സെറ്റ്. അപ്പം എല്ലാരും ഹാപ്പിയാണ്. നിങ്ങളുടെ കൂടെ ഉള്ള ബാക്കി എല്ലാരും കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. എല്ലാവർക്കും വിസയൊക്കെ കിട്ടി, എല്ലാരും പോകാനുള്ള ഒരു തയ്യാറെടുപ്പില്ല. അപ്പം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ ഒരു പ്രോസസ്സിങ്ങിന്റെ ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ എന്തൊക്കെ പ്രൊസീജിയറിലൂടെയാണ് നിങ്ങൾ കടന്നു പോയത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞങ്ങളുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വന്നായിരുന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ തുടങ്ങിയായിരുന്നു. ഈ പ്രിപ്പറേഷന് വന്നത് ഞങ്ങൾക്ക് ഡെയിലി പ്രോസസ്സിങ് ചെയ്യുന്ന ജർമ്മനിയിലുള്ള അഗസ്റ്റ്നേഷൻ ഡയറക്റ്റ് ഗൈഡൻസ് ആയിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇന്റർവ്യൂക്ക് തൊട്ട് മുൻപ്, അതായത് ഞങ്ങളുടെ എംപ്ലോയർ അവിടുന്ന് ഇന്റർവ്യൂ തൊട്ട് മുമ്പ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇന്റൻസീവ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് ശരിക്കും ഇന്റർവ്യൂ ക്രാക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പേപ്പർ വർക്കും കാര്യങ്ങളായാലും മെഡിക്കൽ ആയാലും അതിനൊക്കെ ഫുൾ ഗൈഡൻസ് തെരേസൻ അക്കാഡമിയിൽ കിട്ടിയായിരുന്നു. പിന്നെ വരുന്നതാണ് നമ്മുടെ വിസ ഡോക്യുമെന്റേഷൻ. അതിന് ഫുൾ സപ്പോർട്ടും, അത് നമ്മളൊന്നും ചെയ്യേണ്ട വന്നില്ല. നമുക്ക് മെയിൻ എല്ലാം ഹെൽപ്പ് ഇവിടുന്ന് ആയിരുന്നു. അപ്പം തെരേസൻ അക്കാഡമി ഇങ്ങനെ ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഇന്ത്യക്കിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഇന്ത്യക്കിൽ നമുക്ക് ഒരുപാട് കൂടുതൽ ഹോസ്പിറ്റലായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതിലൊരു ഹോസ്പിറ്റലാണ് ക്രിസ്റ്റമോക്രാറ്റ്സിന്റെ വേരിയസ് ഹോസ്പിറ്റൽ. അതിലൊരെണ്ണത്തിലേക്കാണ് സിദ്ധാർത്ഥ സെലക്ട് ആയിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്റ്റമോക്രാറ്റ്സ് ആയിട്ടുള്ളൊരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ജർമ്മനിയിൽ ലോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ക്രിസ്റ്റമോക്രാറ്റ്സിന്റെ താഴെ വരുന്നതാണ് ബെസിക്സ് ക്രൈം ഹൗസ്. അവിടേക്കാണ് തോന്നുന്നത് സൈക്കാട്രി നഴ്സിംഗ് പഠിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തെ ബാച്ചാണെന്ന്. അവരുടെ ഇന്റർവ്യൂ ആയാലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അഗസ്റ്റ്നേഷനായാലും എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ ആയാലും പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനും പറ്റി. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷൻ അടിക്കേണ്ടതെന്ന് തോന്നില്ല. അവർക്കുടെ രീതിയിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ ഇന്റർവ്യൂ ക്രാക്കായി. ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടായാലും പോവാൻ നിൽക്കാന് ഇപ്പോഴും എനിക്ക് കോണ്ടാക്ട് ചെയ്യും, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും, ഭയങ്കര ഗൈഡൻസ് തരും. ഇനി ഞാൻ വർക്ക് ചെയ്യാനായാലും അവിടെ ചെന്ന് എനിക്ക് അവർക്ക് താഴെ വർക്ക് ചെയ്യാനായിട്ടായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്, സന്തോഷമുണ്ട്, ടെൻഷനും ഇല്ല. കാരണം അവർക്കുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് ടെൻഷനും ഇല്ല. അങ്ങനെ അപ്പം ക്രിസ്റ്റമോക്രാറ്റ്സ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു. ടോണി കാരിത്താസിലോട്ടാണ്. അപ്പം കാരിത്താസുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഇൻടേക്കില് ജർമ്മൻ പഠിപ്പിച്ച കുറെ ടീച്ചേഴ്സ് കാരിത്താസ് തേയില വഴി പോയായിരുന്നു. അപ്പോ അവരുടെ കുറെ എക്സ്പീരിയൻസ് കേട്ടോ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു കാരിത്താസിൽ. അപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവര് ഫുൾ സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ എന്താ പറയാ ഇന്റർവ്യൂവിന്റെ ടൈമിലായാലും അവർ ഭയങ്കര ഫ്രണ്ട്ലി അപ്രോച്ച് തന്നെയായിരുന്നു. നമുക്ക് വളരെ ഒരു കെയർ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു. അവർ ഫുൾ റിലാക്സ് ചെയ്ത് നമുക്ക് തരുന്ന കാരണം തന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് നമ്മള് 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ ഈ 2 ഇന്റർവ്യൂവിലും അവർ നമ്മളെ
ഫുൾ ഗൈഡൻസ് ചെയ്യണ കാരണം തന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് തന്നെ നമുക്ക് കോണ്ടാക്ട് എപ്പോഴും അവർക്ക് കീപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയാ നമ്മൾ ഇപ്പോഴും നമ്മുടെ ഓരോ ഷോപ്പിംഗ് ടൈമിലും അവർ നമുക്ക് ഗൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അവരുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് വളരെ ഇപ്പൊ ഭയങ്കര ഹാപ്പിയും ഇൻട്രസ്റ്റഡ് ആണല്ലോ. ഓക്കെ, അപ്പം രണ്ടുപേരും പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം രണ്ടുപേർക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം നിങ്ങളുടെ പാക്കിംഗ് ഒക്കെ നടക്കട്ടെ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാം. നമ്മൾ എപ്പോഴും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി എല്ലാവരെയും എയർപോർട്ടിൽ വെച്ചിട്ട് കാണാം. ഓക്കെ, ശരി. താങ്ക് യു. ശരി.